ഉരുകിക്കരയുന്ന സ്ത്രീകളുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് ആറ്റുകാൽ പൊങ്കാല. ഇത് ആറ്റുകാലിലെ ഉത്സവരാവ്. കോവിഡ് കവർന്ന 2 വർഷത്തിന് ശേഷം ആറ്റുകാൽ ദേവീക്ഷേത്രം ഭക്തിസാന്ദ്രമായി. സ്ത്രീകളുടെ ശബരിമലയെന്നു പ്രസിദ്ധമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പൊങ്കാല ഉത്സവത്തിന്റെ ആരവത്തിലാണ് അനന്തപുരിക്ക് ഉത്സവത്തിന്റെ രാപ്പകലുകൾ. ആറ്റുകാലമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. കണ്ണകി ചരിതത്തിന്റെ അലയൊലികളിൽ ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമാകുകയാണ്. മധുര ചുട്ടരിച്ചു വന്ന കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ അല്പനേരം ആറ്റുകാലിൽ തങ്ങി. ദേവീ ചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീജനങ്ങൾ വായ്ക്കുരവയിട്ടും മൺകലങ്ങളിൽ പൊങ്കാല നിവേദിച്ചും ദേവിയെ സംപ്രീതയാക്കി. ദേവി പിന്നീട് ഒരു ബാലികയായി അവിടെ കുടിയിരുന്നു എന്നതാണ് ഐതിഹ്യം. പിന്നെ ഇപ്പോൾ വന്ന അമ്പലത്തിൽ വന്നൊക്കെ ഇതെല്ലാം നടത്തിയതിൽ നമുക്ക് അമ്മയുടെ ഉള്ള സ്നേഹവും ആദരവും എല്ലാം കൂടിയതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ ആപത്തുനിന്നും കാത്തിരക്ഷിക്കുന്നത് അമ്മയാണ്. അങ്ങനെ നമ്മളെ വിശ്വാസം. അമ്മയെ പറ്റിയോ? ഞാനിതിപ്പോൾ ആദ്യമായിട്ടായിട്ട് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ രാത്രിയിൽ വരുന്നത് അല്ല, എല്ലാ സമയങ്ങളിലും ഞങ്ങൾ പൊങ്കാലയ്ക്ക് വരുന്നതാണ്. അത് നല്ലൊരു ത്രില്ലിംഗ് ആണ് ഇവിടെ വരുന്നത്. കോവിഡിന് ശേഷമുള്ള ഒരു ഒത്തുചേരൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. അതാണ് ഒരു ആനന്ദം. ഓക്കെ, ഒരു വൈബാണ്, നല്ല വൈബാണ്. 2 വർഷത്തിന് ശേഷമുള്ള കഴിഞ്ഞ വർഷം ഒരു ഇതില്ലായിരുന്നു, ഈ കൊറോണയുടെ ടൈമായിട്ട് ഒന്നും വലുതായിട്ട് ആഘോഷം കാര്യങ്ങളൊന്നുമില്ല, ഓട്ടം ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ നല്ല വൈബാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വിളക്ക് കെട്ടും പരിപാടികളൊക്കെ ഇത്തിരി മോശമുണ്ട്, ഇത് കുഴപ്പമില്ല. ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുന്ന അമ്മ ഭക്തർക്ക് പുണ്യവും അനുഗ്രഹവും നൽകുന്നു. കുത്തിയോട്ട വ്രതമാണ് ഉത്സവത്തിന്റെ ചടങ്ങുകളിൽ പ്രധാനം. 100 കണക്കിന് കുട്ടികളാണ് വ്രതം നോറ്റ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ദേവസൈനികരായി ദേവിയുടെ മുന്നിൽ ബാലന്മാർ 7 ദിവസം വ്രതം നോറ്റ് 1008 നമസ്കാരം പൂർത്തിയാക്കി രാജകീയ വേഷത്തിൽ ഘോഷയാത്രയോടെ പൂർത്തീകരിക്കുന്ന ചടങ്ങ് ഏറെ പ്രസിദ്ധമാണ്. രക്ഷകർത്താക്കളെ വിട്ടുനിൽക്കുന്നതിന്റെ വേദനയും പുതിയ സൗഹൃദങ്ങളുടെ തിളക്കവും കുഞ്ഞുമുഖങ്ങളിൽ കാണാം. കുറച്ചേരം മുമ്പ് അച്ഛനെ കണ്ടില്ല. അപ്പോൾ ഒരു ആന്റീനെ വിളിച്ച് ഫോൺ വിളിച്ച് ചോദിച്ചു. ഇത് കുഴപ്പമില്ലായിരുന്നു, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. കുറെ കിട്ടി. എല്ലാ ദിവസവും സദ്യയാണ്. ഉച്ചയ്ക്ക് എപ്പോഴും സദ്യയാണ്. പിന്നെ രാത്രി അവിലും പഴവും, രാവിലെ മാത്രം കഞ്ഞി പയർ. കൊള്ളാം. പിന്നെ കരിക്കും വെള്ളമൊക്കെ തരും, ടാങ്ക് തരും. നല്ല രസമാണ്. ഇവിടെ നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു വൈബാണ്. പക്ഷെ ഉണ്ട്, അച്ഛൻ ഇവിടെ എപ്പോഴും കാണും. അച്ഛൻ ഇവിടെ ഡ്രസ്സ് എടുത്ത് വന്ന് കിടക്കും.
ഉത്സവരാവുകളിൽ ആഘോഷവും ആരവവും നിറയ്ക്കുന്നത് വിളക്കുകെട്ടുകളാണ്. തലയിലേന്തിയെത്തുന്ന വിളക്കുകെട്ടുകൾ ക്ഷേത്രനടയിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തിയുടെ ചൈതന്യം ആറ്റുകാലിൽ നിറയും. കാന്താര സിനിമയിൽ നിറഞ്ഞാടിയ പഞ്ചുരുളി തെയ്യം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചുവടുവെച്ചപ്പോൾ പുത്തൻ അനുഭവമായി. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ തെയ്യത്തറയിലാണ് പഞ്ചുരുളി എത്തിയത്. പഞ്ചുരുളി തെയ്യത്തെ ആദ്യമായി നേരിൽ കണ്ടതിന്റെ ആവേശത്തിലാണ് ഭക്തർ.
കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു. ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നത്. അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദിയുണ്ട്. നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത്. എല്ലാം നല്ലതായിരുന്നു. പഞ്ചുരുളിയും വെള്ളാട്ടം എല്ലാം അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഇല്ല, നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ ആർട്ട് ഫോം കണ്ടിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഈ കാന്താര എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇതായി, കാണണമെന്ന് ഒരു ഇതുണ്ടായി, ഇഷ്ടമുണ്ടായി. പിന്നെ അങ്ങനെ വന്ന് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. നിറഞ്ഞ വിശ്വാസത്തോടെ സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാലയിടുന്നത് അവരുടെ ജീവിത സാഫല്യമായി കാണുന്നു. ഓരോ വർഷവും ഇവിടെ കൂടി വരുന്ന വിശ്വാസികളുടെ എണ്ണം മാത്രം മതി പൊങ്കാലയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ ഉത്സവത്തിന്റെ 9ാം ദിവസമായ പൂരം നാളിലാണ് പൊങ്കാല. കുളങ്ങളും കളരികളും പാടങ്ങളും ചേർന്ന ശാന്തമായ ആറ്റുകാൽ ഗ്രാമം നഗരത്തിന്റെ തിരക്കിലമരുമ്പോഴും ഇന്നും ആറ്റുകാൽ ക്ഷേത്രവും മുക്കുന്നിമലയും കിള്ളിയാറും ഈ ഹരിതഭംഗിക്ക് കാവൽ നിൽക്കുന്നു. സ്ത്രീ ഭക്തർക്ക് അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും പൊങ്കാല അടുപ്പുകളിൽ നിറയ്ക്കുമ്പോൾ ഒരായുസിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും നിറഞ്ഞു കവിയും. ജാതിമത ദേശവ്യത്യാസമില്ലാതെ മതേതര സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരായുസിന്റെ പുണ്യവും പേറിയാണ് ഓരോ പൊങ്കാലക്കാലവും വിട പറയുന്നത്. പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു. ഒരു മുഖങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ഭക്തിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കഴിയുമല്ലേ മറ്റൊരു മാസ്കിന്റെ മറവിലായിരുന്നു. അതെ അതെ, ആ ഒരു എന്താ പറയാ, സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി എല്ലാവരെയും കാണാൻ സാധിക്കും. അവരുടെ സന്തോഷം എന്താണ്, മാസ്ക് ഇല്ല, അത് മാത്രമല്ല പൊങ്കാല മഹോത്സവം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റും. മറ്റത് ഒരുപാട് നിബന്ധനകളുണ്ടായി. അതെ അതെ അതെ. അപ്പൊ അതിൽ നിന്നെല്ലാം അതെല്ലാം പൊട്ടിച്ചേർന്നുകൊണ്ട് വീണ്ടും ഒരു പൊങ്കാല മഹോത്സവം, ആറ്റുകാൽ ക്ഷേത്ര ഉത്സവം തന്നെ അല്ലെ, മലയാളികളുടെ ഉത്സവം എന്ന് തന്നെ പറയാം. സ്റ്റേജുകൾ മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഓരോരോ പ്രോഗ്രാമുകളാണ്. കാഴ്ചയുടെ കൗതുകവും എന്താ പറയുക നിമിഷങ്ങളും ഒക്കെ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ ആറ്റുകാൽ അങ്ങനെ ഭക്തിസാന്ദ്രവും ഉത്സവവും മേളയൊക്കെ ആയിരിക്കുകയാണ്. ഇവിടുന്ന് പോകാൻ തോന്നില്ല അല്ലേ അനീഷ? അതെ അതെ അതെ, തീർച്ചയായും. എന്തായാലും ഇവർ രണ്ടുപേരും പറഞ്ഞാൽ തീരില്ല. അതെ അതെ, അത്രയ്ക്ക് കാഴ്ചകളും കഥകളും എല്ലാം ഉണ്ട്. അത്രയ്ക്കുണ്ട് ആറ്റുകാലിനെ പറ്റി വിശേഷിപ്പിക്കാൻ. ഇനി എന്തായാലും പൊങ്കാലയാണ് വരാനിരിക്കുന്നത്. ഇത് ചെറിയ പൂരമാണെങ്കിൽ വരാനിരിക്കുന്നത് വലിയൊരു പൂരം തന്നെയാണല്ലേ. പൂരക്കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മണിക്കൂറുകൾ മാത്രം.